ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകത ഉണ്ട്. ബിക്കോസ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു കൊളാബ് ഷൂട്ടിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളാണ്. അപ്പം എനിക്കൊന്ന് റെഡി ആവണം. അവിടെ നിന്ന് തിരിച്ചു നമുക്ക് കുറച്ച് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ കൊളാബാണ്, അപ്പോൾ അത് പോയി നോക്കണം. നാളെ മോർണിംഗ് 7 ഷൂട്ട് ലൊക്കേഷൻ വരുന്നത് അമ്പൂരിയാണ്, ട്രിവാൻഡ്രത്തുള്ള. മോഡലായിട്ട് വരുന്ന എൻ്റെ ഫ്രണ്ട് ഗായത്രിയാണ്. മേക്കപ്പ് ചെയ്യുന്ന വൃന്ദ എന്ന് പറഞ്ഞ ഒരു ചേച്ചിയാണ്. അപ്പം എന്തായാലും നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു കൊളാബ് വെഡ്ഡിങ് ഷൂട്ട് ചെയ്യാം. വെഡ്ഡിങ് മീൻസ് കൊളാബ് ബ്രൈഡൽ ഷൂട്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ റെൻ്റ് എടുക്കണം. മീൻസ് കല്യാണ മണ്ഡപത്തിലൊക്കെ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്യുന്നില്ലേ, അപ്പം അതുപോലെ റെൻ്റ് എടുക്കണം. അതെടുത്തിട്ടൊക്കെ വേണം പോവാൻ. അപ്പോൾ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. എനിക്കൊന്ന് റെഡി ആയിട്ട് പോകണം. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാം വ്ലോഗിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഡിഫറൻസ് എങ്ങനെയാണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് ഗെറ്റ് റെഡി ചെയ്തിട്ട് ഡ്രസ്സ് മാത്രമേ ഇട്ടുള്ളൂ, ബാക്കി സെറ്റാക്കണം. സിപ്പം അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം വെച്ചാൽ. ഓക്കെ, റെഡി ആയിട്ട് വരാം. സ്കച്ച് മോൾ വന്നിട്ടുണ്ട്, നമുക്ക് പോയി പിക്ക് ചെയ്യാം. വളരെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റായി, 10 മിനിറ്റ് പോസ്റ്റാണ്. ഹലോ ഗായ്, വ്ലോഗ് പോ. ഫോണില്ലാത്ത വണ്ടിയിലാണ് നമ്മൾ പോണത്. ഇതുപോലെ എന്നെ കൂട്ടാതെ നീ എവിടെ പോണേ? മടി ഗായ്സ്, വണ്ടി കോളേജ് ക്ലാസ് ആയിരിക്കും അല്ലേ പിള്ളേർക്കൊക്കെ? ഇല്ല, ഇതാണ് നമ്മുടെ പ്രിൻസിപ്പളുടെ ഓഫീസ്. ഇവിടെ വന്നിട്ടാണ് നമ്മളെല്ലാം വെള്ളത്തിരക്ക് കാണിച്ചതാണ്. ഈ ഊഞ്ഞാൽ ഇതുവരെ മാറ്റിയില്ല. ഈ ബ്ലോക്കിൽ വെച്ചിട്ടാണ് നമ്മൾ ലേറ്റ് ആയിട്ട് ഒരു എക്സാമിന് കയറിയത് അല്ലേ? അല്ലേ നമ്മളോട് എത്തിയിട്ടുണ്ട്. സാധനമാണ് നമുക്ക് വേണ്ടത്. ഇത് ടേബിൾ പാത്രം എഴുതിട്ടുണ്ട്. ഇത് മതിയോ? ഇതാണെങ്കിൽ എത്രയാവും? നല്ല പൈസ. ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് പോകാനാ പോകുന്നത്. ആര് ചുമന്നുകൊണ്ട് ഈ ടേബിളാണ്. ഈ ടേബിൾ രസമുണ്ട്. പിന്നെ അതും രസമുണ്ട്. പറ്റും. നിനക്ക് അതാ മുള്ളിരിക്കണേ കൊള്ളാം. അത് ഇത് കൊള്ളാവോ? ഇത് കൊള്ളാവോ? ചേച്ചിട്ട് കാര്യമില്ല, അതിന് മുന്നേ നമ്മൾ സാധനം എടുക്കണം. ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയും തോന്നുന്നു. വെള്ള വരണുണ്ടല്ലോ. ഇന്ന് 2 മുതൽ അത് പിന്നെ 2 പിന്നെ അതിൽ നിന്ന് 1 എടുക്കണോ? വേണ്ട, ഇങ്ങോട്ട് വന്നോ. മഴയാണെങ്കിൽ നമ്മൾ തേയും ഗൈസ്, ഉറപ്പായിട്ടും തേയും. തീർത്താ കണ്ട ആന കെട്ടി വേണ്ട. ഇത് വേണോ? അത് കേക്ക് വയ്ക്കണം, സ്റ്റാൻഡ്. വാ എടാ, ഈ കുട എടുത്താലോ? നമുക്ക് എന്തെങ്കിലും തൂക്കിയിടണമെങ്കിൽ എടുക്കാം. എല്ലാം നല്ല പൈസ ആകും. അതിനെക്കാട്ടി ഈ പൂവുള്ളായിരുന്നല്ലേ. 2 ഒരേ സൈസ് എടുത്താൽ പോറാവോ? നമുക്ക് ഇതാണെങ്കിലാ ഈ പൂ തടവ തലക്കിട്ട് കൊട്ടാതാ. ഇതാ ഒന്ന് ചെറുതും വലുതും, അതും അതുപോലെ ഒന്നും വലുതും മതി. അതിൻ്റെ ഒരെണ്ണം കൂടെ കണ്ടുപിടിക്കണം. അതെന്തിന്? ഇതാണോ ഭംഗി ഇതിനെയും കാട്ടി? എന്ന് വെച്ചാൽ ഇത് 2 അല്ലേ ഉദ്ദേശിച്ചേ? ഗോപുരം എടുക്കണമല്ലോ, ഇത് എടുക്കണം. ഇത് കൊള്ളാം. പിന്നെ വലുതിൽ ഇതുണ്ടെങ്കിൽ നൈസായിരിക്കും. അതാണ് ഞാനും പറഞ്ഞത്.
ഫുൾ കൺഫ്യൂഷനാണ് ഗൈസ്. ഇത് വേണോ നിർബന്ധമാണോ? ഇല്ല, എനിക്ക് നിർബന്ധമില്ല. തലക്കടിക്കാനാണ് തോന്നുന്നത്. പക്ഷെ വെയിറ്റ് ഇല്ല. ഇത് കറക്റ്റ് ആവും തോന്നുന്നു. അതായത് ഇത് അത് കറക്റ്റ് അല്ല, ഇതാണ് കറക്റ്റ്. കറക്റ്റ് അല്ലെങ്കിൽ അയ്യോ കണ്ടോ? എന്നാ ഈ കൈ കിട്ടിയതെല്ലാം എടുത്തോ. ആദ്യം വില ചോദിച്ചിട്ട് നമുക്ക് കൺഫേം ചെയ്യാം. ഇത്രയും വേണം. പിന്നെ വാ, കുട ഞാൻ രണ്ടാമതൊന്നും എടുക്കാം. വാ, പൂ ഇത് മാത്രം എടുത്തോളൂ. റെഡ് എടുത്തില്ലേ? ഇല്ല, എടുക്കട്ടെ. വേണ്ട, വാ, പൈസ ചോദിക്കാതെ. എടുക്കൂ. അല്ല, ഗണപതിനെയും പറിച്ചോണ്ട് പോകണോ? ഗണപതിക്ക് ഭയങ്കര ഓവറാവോ? അതിൻ്റെ വെച്ച് പറഞ്ഞു നോക്കും. ഇവിടുത്തെ സാധനമാണ് ഗൈസ്. ഇത്രയും മന്ത തലയടിച്ച് നേരെ പോസ് ചെയ്തേ മന്ത അവളെ തലയിരിക്കും. ഗൈസ്, നമ്മളിപ്പം റെൻറ്റിനെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. എന്ത് വന്നാലും നമ്മൾ ചിരിച്ചോണ്ട് നിൽക്കും. ഇവിടെ എല്ലാം ഉണ്ടല്ലേ? അതെ, ഇവിടെ എല്ലാം ഉണ്ട്. പക്ഷെ ഭയങ്കര റേറ്റ് ആണ്. ഭയങ്കര റേറ്റ് അല്ലല്ലേ? വാങ്ങിച്ചിട്ട് അവരെ വെച്ചിട്ട് അപവാദങ്ങളൊക്കെ ഭയങ്കര റേറ്റ് അല്ല. പക്ഷേ നിങ്ങളൊരു ഇവന്റാനേജറൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ അപ്രോച്ച് ചെയ്യാം. അതിനൊക്കെ വെഡ്ഡിങ്, കുട്ടിയുടെ നൂലുകെട്ട്, കുട്ടിയുടെ ഷൂട്ട്, പിന്നെ അല്ല ഇതിന്റെ കൂടെ ഇനി വീണയൊക്കെ വരുമ്പോ സെറ്റ് ആയിരിക്കുമോടാ? മണ്ട ടേബിളും വീണയൊക്കെ എവിടെ വെച്ചിട്ട് നീ ഒരു കാര്യം ചെയ്യും. നമ്മൾ ഈ സംസാരിക്കുന്നുണ്ട്, നീ വോയിസ് ഓവർ കൊടുത്താൽ മതി. എന്ത്? ഞാൻ എല്ലാം ഇടും. ഇവളെന്താണെന്ന് നിങ്ങൾ അറിയണല്ലോ. ഞാനൊരു പാവാണ്. ഓക്കെ കേട്ടോ. ശരി. നമ്മൾ വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, കൊള്ളാല്ലേ? ബാ, ഇതാണ് നമ്മുടെ വൃന്ദ ചേച്ചി, മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഇത് വെച്ചു പിന്നെ ഒരുപാട് ഡാൻസിൻ്റെ ഒരു സാധനങ്ങൾ ആണോ ഉദ്ദേശിക്കുന്നത് ചേച്ചി? ഈ മയിൽ വരണ ഇത് ഇത് നമ്മൾ നോർമൽ കേരള ഹിന്ദു ബ്രൈഡ്സ് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഉദ്ദേശിച്ചൊരു ഇത് ഇതേപോലെ കുറച്ച് സ്റ്റോണ് അന്ന് ഞാൻ ഇത് വെച്ച് നോക്കിയായിരുന്നു. നമ്മളെ ബ്രൈഡാക്കാൻ പോണ ഗായത്രിയിലെ ഗാച്ചിമോള്. ഇത് ചോക്കറാണല്ലേ? അതായത് ഞാൻ പറഞ്ഞതിൽ ഈ കുറച്ച് ഇത് ഉണ്ട്, ഇച്ചിരി ഒരു കല്ല്. മനസ്സിലായി. നമ്മളിവിടെ നിന്നെല്ലാം കഴിഞ്ഞിട്ട് വരാം അല്ലേ? ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്താണ് എടുത്തെന്ന് കാണിച്ചിട്ട് നമ്മളെടുത്ത അച്ഛൻ കാണുമ്പോൾ ഷോക്ക് അടിച്ചിങ്ങനെ കൊള്ളാല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. ഇപ്പം ഗീതു ഇങ്ങനെയാണ് ഗീതുവിൻ്റെ കല്യാണത്തിന്. എൻ്റെ കല്യാണമൊക്കെ ഞാൻ ഒരു കൊളാബ് ഷൂട്ട് ഞാൻ ചെയ്താലോ ചേച്ചി? എന്നെ വെച്ചിട്ട് ഞാൻ മോഡൽ, ഞാൻ ക്യാമറമാൻ. മറ്റേ സൂര്യന് ശബ്ദം ബാക്കിലല്ല. എന്തോ വേണം അത് പിന്നിട്ടല്ലേ അങ്ങനെ വയ്ക്കണേ? അല്ലാതെ വയ്ക്കോ? നാളെ ഞാനിങ്ങനെ മറ്റേ ഇങ്ങനെ നിൽക്കും. ദേവസേന. ദേവസേനയാണ്. എന്ത് തോന്നുന്നു? എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ഒരു കിട്ടില്ല. അതിന് നീ എന്നോട് നന്ദി പറയോ? അത്
ചേച്ചിയോട് നന്ദി പറയും. ഞാൻ നിന്റെ അടുത്തൊരു പ്രത്യേകിച്ചൊരു നന്ദി പറയുന്നുണ്ട് ഗൈസ്. നാളെ ഇവള് നിന്നില്ലെങ്കിൽ എങ്ങനെയായിരിക്കും? ആ നേരത്തെ കണ്ട മൊന്തയില്ല അതിന്റെ തലയിൽ. ചേച്ചിയുടെ കാര്യമായിട്ട് പർച്ചേസിങ് ആണ്. ഷൂട്ട് ചെയ്യാമോ? ചെയ്യാം. അത് പറഞ്ഞ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. നമ്മളിപ്പം ലെൻസ് വരെ എത്തിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് കണ്ണുപോലും സ്വന്തമായിട്ടുള്ളതില്ല അതില്. ഇവക്ക് 3 മണിക്ക് മേക്കപ്പ് ചെയ്താലും 6 മണിക്ക് ഷൂട്ടിന് പോകാൻ പറ്റും. അതെ. നമ്മളപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് വരാം. ഇവന്റ്സിന്റെ ഡെക്കറേഷൻ പ്രോപ്പർട്ടീസ് റെന്റ് എടുക്കാം. ഞാൻ പറയുന്ന എന്തും പറയും. കച്ചിമോള് നാളെ എങ്ങനെ? നിങ്ങൾ എന്നെ ഈ ലുക്കിൽ കണ്ടിട്ട് ബാക്കി അതിനിടയ്ക്ക് അല്ല, പോയിട്ട് വരാം. കാർ എടുത്തിട്ട് വരാം അല്ലേ? കാറെടുത്ത് പ്രോപ്പർട്ടീസ് എടുത്തിട്ട് വരാം എന്നാണ് മാഡം ഉദ്ദേശിച്ചത്. സാധാ മതി, അതാ ബ്യൂട്ടീഷ്യൻ വേണം. സാധാ മതി. ഈ ബ്രൈഡിനൊക്കെ വയ്ക്കണ വെച്ചിട്ട് അത് 100 രൂപ മുഴം. റോസ് ഇല്ലാത്ത മതിയല്ലോ, സാധാ മതി. സാധാ മറ്റേത് ബ്യൂട്ടീഷ്യൻ കിട്ടുമെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല അടുക്കുമാണ് ആ മോഡൽ, റോസിന്റെ മോഡലും. ഇത് സാധാ മതി. വെള്ള താമര ഉണ്ടോ? വെള്ള താമരയില്ല, റോസേ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വെള്ള താമര കിട്ടിയില്ല ഗൈസ്. നമ്മുടെ കാർ എടുക്കാൻ പോവുകയാണ്. പോയി റെൻ്റ് എടുത്ത സാധനങ്ങളൊക്കെ എടുത്തിട്ട് കാറിൽ തട്ടിട്ട് വരാം. ഐഡി കാർഡ് തന്നായിരുന്നു. എടാ ബാക്കി നിൽക്കുമോ? അത് ഹോൾഡ് ചെയ്യും. മകുടകത്ത് വെക്കേണ്ടി വരും കേട്ടോ. മകുടകത്ത് വെക്കും. മകുടം ഉണ്ടല്ലോ, അതിനോട് ഇറക്കുക. ഇത് രണ്ടിനും മകുടം കൂടെ ഫ്രണ്ട് സീറ്റിൽ വെച്ചാൽ ഇരിക്കത്തില്ല. ഇരിക്കില്ലേ വേറെ സീറ്റ് വെക്കില്ലേ? 3 മകുടം എടുത്തില്ലേ? ഡോറടയില്ല, അങ്ങനെ വയ്ക്കും. അല്ല, ഇനി മറ്റേ വലിയൊരു ഇതുണ്ട്, വലിയ തൂണ് പോലെ മകുടം. അതിനാണ് മകുടം എന്ന് പറഞ്ഞത്. വീണ എവിടെ വയ്ക്കും? മകുടം, അതാണ് മകുടം. ഇതെന്താണ് ഗീതു? മകുടം. മകുടം. നാളെ ഇതൊക്കെ തലയിൽ വെച്ചിട്ടാണ് എൻ്റെ പോസ്റ്റിലേക്ക് മകുടം. നമ്മളപ്പം ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ നമുക്ക് കാണാം. നാളെ രാവിലെ ഒരു പ്രൈഡായിട്ട് നമുക്ക് കാണാം. ഞാൻ എക്സൈറ്റഡ് ആണ്, ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. ഞാനും ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും. മഴയില്ലെങ്കിൽ നമ്മൾ തകർക്കും. നാളെ ഫോട്ടോയും വീഡിയോ എടുക്കണം ഞാനാണ്, വേറെ ആരും ഇല്ല. എല്ലാം ഒറ്റയ്ക്ക്. യെസ്, കുറച്ച് പേര്, ഞാനും ഉണ്ട്, കാച്ചിമോളും ഉണ്ട്. നോക്കാം അല്ലേ? നോക്കാം. പക്ഷെ കുറെ നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു ഷൂട്ടാണത്. ഞാൻ കാച്ചിമോള് റെഡ് സാരി വെച്ചു. കാച്ചിമോക്കും ആഗ്രഹമില്ലേ? എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇത് ബ്രൈഡൽ ഒന്നും ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പം നാളെ ഷൂട്ടിന് കാണാം. രാവിലെ എണീറ്റിട്ട് കാണാം. ബൈ ബൈ ബൈ. ഹേയ് ഗൈസ്, അപ്പം
ടൈം ഇപ്പോൾ ഒരു 6 മണി 6 മണി 5:30 ആയി കാണും. അപ്പോൾ നമുക്ക് പോയി കാച്ചിമോളെ പിക്ക് ചെയ്യാം. കാച്ചിമോളെ മേക്കപ്പിനൊക്കെ കയറി സെറ്റായിട്ടുണ്ട്. മാം ഇടുന്ന ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് ഞാനിടുന്ന ഔട്ട്ഫിറ്റ്. ഓക്കെ, നമുക്കെന്തായാലും ബാക്കി കാച്ചിമോളെ കണ്ടിട്ട് അവളെ പിക്ക് ചെയ്തുകൊണ്ട് അമ്പൂരി പോകാം. അമ്പൂരി അറൗണ്ട് 1 മണിക്കൂർ ട്രാവലുണ്ട്. അപ്പോൾ നമുക്കൊരു 6:30 ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. എടുത്തുകൊണ്ടൊക്കെ പോകണം. മീനൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ എടുക്കണം. അവിടെ പോയി അവളെ പിക്ക് ചെയ്യണം. പിന്നെ നമുക്ക് അമ്പൂരിയിലോട്ട് പോകാം. ബൈ. ഇനി നമുക്ക് അവളെ കാണുമ്പോൾ കാണാം കേട്ടോ. ഓക്കെ, ബൈ. 7 മണിക്ക് വരാൻ പറഞ്ഞാണ്. 6 മണിക്ക് വരാൻ പറഞ്ഞാണ്. മണി ഇപ്പോൾ എത്രയാണെന്നറിയോ? 8 മണിയായി. നീ അവിടെ പോയിട്ട് നീ എന്ത് കാണിക്കാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞു. അവിടെ പോയിട്ട് ചിരിച്ചാണ്. ഇതൊക്കെ ഒട്ടിയിരിക്കണം കണ്ണിലൊക്കെ. തൊട്ട് അതിലില്ല. ശരി, നമ്മളവിടെ എത്തിയിട്ട് വരാം. ഓക്കെ, ജയിലും പറ വായില് ബിസ്ക്കറ്റ് വെച്ചോണ്ടിരിക്കുക. തിരിച്ച് വരുന്നതാണ് ഗീതുവിൻ്റെ ടാസ്ക്. ഏകദേശം അങ്ങനെ നമ്മൾ അമ്പൂരിൽ എത്തിയിട്ടുണ്ട്. അമ്പൂരി പാലം നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്പോട്ടിലാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നല്ല വെയിലായിപ്പോയി. എത്തിയപ്പോൾ മേക്കപ്പ് കഴിച്ചിരി ലേറ്റായിപ്പോയി. ഞാനിപ്പോൾ 8:30 കാരണം ഇനി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലേറ്റാവും. ഓക്കെ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മലയും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അപ്പം ആ ഒരു പൊസിഷൻ ചൂസ് ചെയ്യാം. എന്തായാലും ഷൂട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ശരി. അടുത്ത ആൾ ഓക്കെ, ഇതെടുത്ത് ഇനി എന്താ ഉള്ള ഇപ്പം മാറും. അത് മേഘം ഇടയ്ക്ക് പോകുമ്പോൾ മറയും. പക്ഷെ ഇപ്പം മാറാമൊന്നുമില്ല. എല്ലാ മേഘവും അങ്ങോട്ട് പോയി. ഇനി വേറെ മേഘം ഇല്ല. പക്ഷെ എന്താ പൊന്നി നോക്ക്. ലൈറ്റ് വേണ്ട. പിന്നെ സെൻട്രലോട്ട് വയ്ക്കണ്ടേ? സെൻട്രൽ വയ്ക്കണം. ഇവിടെയാണെങ്കിൽ തണലത്ത് ഇങ്ങനെ അകത്തോട്ടായി പോകുന്നു. ഡൗൺ ചെയ്, കൈ കുറച്ച് അകത്തി. ബോഡി എനിക്ക് ഫേവറാണ്. ബോഡി എനിക്ക് സ്ട്രെയിറ്റ് വൈ. ബോഡി എനിക്ക് സ്ട്രെയിറ്റ്. കൈ 2 സ്ട്രെയിറ്റ് വൈ. Oh no! ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. മഴയായിരുന്നു ഗൈസ് അല്ലേ? ഈ പാവം കുട്ടിയുടെ എൻ്റെ കാലൊക്കെ ചെളിയിലൊക്കെ ഇതായി. അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ അകത്ത് ചാർജും ഇല്ല, ഇത് സ്പേസും ഇല്ല. ഞാൻ പോണു ഗൈസ്. കല്യാണമൊക്കെ കഴിഞ്ഞ് മറ്റേ പാക്കപ്പ് ചെയ്ത്. പക്ഷെ ഫോട്ടോസ് എങ്ങനെ ഉണ്ടായിരുന്നു? മസ്റ്റ് വാച്ച്. കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണ്. നോക്ക് നമ്മുടെ ഡെക്കോർ. ഇവിടെ നല്ല മഴയുടെ താണ്ട ക്ലൈമറ്റ് കണ്ടോ? മഴ ക്ലൈമറ്റ്. ഇതിലൊക്കെ ഗീതുവിൻ്റെ കാല് പോയി. ഇതിൻ്റെ അകത്ത്
ഗൈസ് നല്ല മഴ പെയ്യണം, നമ്മളിതൊക്കെ ഒന്ന് പാക്കപ്പ് ചെയ്യട്ടെ. അപ്പം ബാക്കി വീഡിയോ റിസൾട്ടായിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ. ബൈ ബൈ.